ഹലോ, സദ്യക്ക് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയാലോ? അപ്പൊ ഈ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് പൊടികളൊന്നും വേണ്ട, സാമ്പാർ പൊടി മാത്രം മതി. ഞാൻ 10 രൂപയുടെ 3 പാക്കറ്റ് സാമ്പാർ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം 10 രൂപയുടെ സാമ്പാർ പൊടിയിൽ അധികം പൊടി ഉണ്ടാവില്ല. അപ്പൊ വലിയ പാക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വലിയ പാക്കറ്റിന് ഉണ്ടാവുന്നത് 50 രൂപയുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സാമ്പാർ പൊടി വേണം. കാരണം നമ്മൾ വേറെ പൊടികളൊന്നും നമ്മൾ ചേർക്കണില്ല. അപ്പൊ അതിന് വേണ്ടി ഞാൻ കഷ്ണങ്ങളൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ സവോളയും ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് വേവിക്കാനുള്ളതാണ്. അപ്പൊ പരിപ്പ് വേവിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് പരിപ്പൊക്കെ വേവിക്കുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും. പിന്നെ സാമ്പാറിൽ കുമ്പളങ്ങ, വഴുതനങ്ങ ഇതുപോലുള്ള കഷ്ണങ്ങളൊന്നും ചേർക്കരുത്, സാമ്പാറിന്റെ ടേസ്റ്റേ പോകും. അപ്പൊ ഞാനെടുത്ത വീഡിയോ ക്ലിപ്പ് എന്ന് പറയാനായിട്ട് എനിക്ക് കുറച്ച് ധൃതി ഉള്ളതുകൊണ്ട് തന്നെ സാമ്പാർ കുറുകിയിട്ടില്ല. അതുകൊണ്ട് കുറുകുന്നതിന് മുൻപാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് തന്നെ. അപ്പൊ കുറച്ച് നേരം കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1-2 മണിക്കൂർ സാമ്പാറോട് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ കുറുകി കിട്ടും. ഇത് കുറുകുന്നതിന് മുൻപ് എടുത്തായതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ച് വെള്ളം പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രം എടുത്ത് കൂട്ടിയാൽ മതി. അപ്പൊ ഒന്നുകൂടെ കുറുകും സാമ്പാർ. ഞാൻ സാമ്പാർ കിറ്റിൽ വാങ്ങിയിട്ടുള്ള കഷ്ണങ്ങളാണ്. ഒരു 50 രൂപയുടെ സാമ്പാർ കിറ്റാണ് ഞാൻ വാങ്ങിയത്. ഞാൻ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യും. കാരണം എനിക്ക് ഒരു സാമ്പാർ വെക്കാൻ ഇത്ര ആവശ്യമില്ല. 2 തവണയായിട്ടാണ് ഞാനൊരു സാമ്പാർ കിറ്റ് വെക്കാറുള്ളത്. അപ്പോൾ കുറച്ച് ഞാൻ ഫ്രിഡ്ജിൽ ഞാൻ സൂക്ഷിച്ചു വെക്കും. പിന്നെ നമ്മൾ പരിപ്പ് വേവിക്കുമെന്ന് പറയാനായിട്ട് ഉപ്പിടരുത്. പരിപ്പ് വേവിക്കുമ്പോൾ അതിന്റെ കൂടെ ഞാൻ ചെറിയ കഷ്ണം കായം കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായം അടിപൊളിയാണ്, നമ്മുടെ സാമ്പാർ നല്ല മണമായിരിക്കും. പിന്നെ സവോളയും ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതൊക്കെ നമ്മൾ എന്തായാലും ചേർക്കണം കേട്ടോ. ഉള്ളി എന്തായാലും ചേർക്കണം. ഉള്ളിയാണ് സാമ്പാറിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു കഷ്ണങ്ങൾ നമുക്ക് മാറ്റി വെക്കാം. ഇതിന്റെ ആവശ്യം നമുക്ക് സാമ്പാറിന് ഇല്ല. കായ പിന്നെ അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഇതൊക്കെ നല്ലതാണ് സാമ്പാറിന്. പിന്നെ സവോളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കഷ്ണങ്ങൾ സാമ്പാറിന് കൂടിയാലും ചക്കപ്പുഴുക്ക് പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വാങ്ങുന്ന സാമ്പാർ കിറ്റിന്റെ പകുതി കഷ്ണങ്ങൾ മാത്രം മതി സാമ്പാർ വെക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ കഷ്ണങ്ങൾ വേസ്റ്റ് ആകും, സാമ്പാറിന്റെ ചാറ് തീർന്നു പോകും. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഈ ഒരു സാമ്പാറും വെക്കുന്നത്. വെളിച്ചെണ്ണയിൽ കഷ്ണങ്ങൾ വഴറ്റിയിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. അല്ലാതെ നേരെ നമ്മൾ കുക്കറിലിട്ട് കഷ്ണങ്ങൾ വേവിച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്. അങ്ങനെ ഈ തക്കാളിയും സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ പാടി നമുക്ക് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണം. കടുകും പിന്നെ അതേപോലെ തന്നെ ഉലുവയും നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. അതിനകത്തോട്ടാണ് നമ്മൾ ഈ ഒരു സവോളയൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റണത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് ആരും വിട്ടു പോവരുത്. അങ്ങനെ നല്ലപോലെ വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് വേണ്ട കഷ്ണങ്ങൾ ഞാൻ അരിഞ്ഞു വെച്ചിട്ടില്ല. ആ കഷ്ണങ്ങൾ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണം. വെണ്ടക്ക നമ്മൾ എപ്പോഴും ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഞാനിപ്പോൾ വെണ്ടക്ക ചേർത്ത് കൊടുത്തത് വേറെ ഒന്നുമല്ല, ഞാൻ ഈ പാത്രത്തിൽ വഴറ്റിയെടുക്കുന്നതുകൊണ്ടാണ് ഞാൻ വെണ്ടക്ക ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ കുക്കറിലാണ് വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് വെണ്ടക്ക ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ ചട്ടിയിലാണ് വെക്കുന്നത്. എപ്പോഴും നമ്മൾ സദ്യക്കൊക്കെ ആൾക്കാർ വാർപ്പിലാണ് സാമ്പാറൊക്കെ വെക്കുന്നത്. നമ്മൾ കുക്കറിൽ വെക്കുന്നതിനേക്കാൾ നല്ലത് ഇതേപോലുള്ള ചട്ടിയിലോ അല്ലെങ്കിൽ വല്ല വാർപ്പിലോ ഉരുളിയിലൊക്കെ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് എന്ന് പറയാനായിട്ട്. എങ്ങനെ വെച്ചാലും ടേസ്റ്റ് ആണ്. അങ്ങനെ നമ്മൾക്ക് ഇനി പൊടികളൊന്നും ഞാൻ ചേർക്കുന്നില്ല, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞില്ലേ. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു സാമ്പാർ പൊടി കലക്കിയിട്ടുള്ള ഒരു വെള്ളമാണ് നമ്മൾ ഈ ഒരു സാമ്പാറിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതൊരുവിധം കഷ്ണങ്ങൾ മൂത്ത് വന്നിട്ടാണ് നമ്മൾ ഈ ഒരു വെള്ളം നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ പുളിവെള്ളം കൂടെ നമ്മൾ റെഡിയാക്കി വെക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ കഷ്ണങ്ങൾ ഒരുവിധം വഴണ്ടി വന്നപ്പോൾ അതിനകത്തോട്ട് ഈ സാമ്പാർ പൊടി കലക്കിയ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പച്ചവെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. നിങ്ങൾക്ക് ഇനി സാമ്പാർ കുറുകിപ്പോയി ഓവറായിട്ട് കുറുകിപ്പോയെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ചൂടുവെള്ളം മാത്രം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ വേവിച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. കായം ഇട്ട് വേവിച്ച പരിപ്പാണ്. ഇത്രയും നമ്മൾ ചേർക്കുമ്പോൾ തന്നെ സാമ്പാറിന് നല്ല മണമായിരിക്കും കേട്ടോ. കാരണം നമ്മൾ ചേർക്കേണ്ട സാധനങ്ങൾ നല്ലപോലെ ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സാമ്പാർ പൊടിയാണ് നമ്മൾ ഫുള്ള് ചേർത്തേക്കണത്. ഇനി നമുക്ക് പുളിവെള്ളം കൂടിയും അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് പുളി ചേർത്താൽ മതി. ഒരുപാട് പുളിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പാറിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമ്മൾ ഈ ഒരു സെയിം പാത്രത്തിലിട്ട് തന്നെയാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ വെറുതെ കുക്കറിൽ ഇതിലൊക്കെ ഇട്ട് നമ്മൾ വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സദ്യക്ക് ഉണ്ടാക്കുന്ന ആ ഒരു സാമ്പാറിന്റെ ടേസ്റ്റ് നമുക്ക് കിട്ടൂല. അങ്ങനെ പുളി നല്ലപോലെ പിഴിഞ്ഞൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളിത് വെളിച്ചെണ്ണയിൽ വഴറ്റി വെച്ചതുകൊണ്ടാണ് സാമ്പാർ ഇത്ര ടേസ്റ്റ് എന്ന് ഞാൻ പറയാനുള്ള കാരണം. അല്ലാതെ ഇപ്പൊ എല്ലാവരും എല്ലാ വീട്ടിലും സാമ്പാർ വെക്കണത് ഈ ഒരു രീതിക്ക് തന്നെ ആയിരിക്കും. പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ സാധാരണ മല്ലിപ്പൊടി കിട്ടാണ് സാമ്പാർ വെക്കുന്നത്. ഇതെന്റെ ഇത്താത്തയുടെ റെസിപ്പിയാണ്. എന്റെ ഇത്താത്ത വെക്കുന്ന സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പൊ ഞാൻ ഇത്താത്ത വെക്കുന്ന സാമ്പാർ നിങ്ങൾ കൂടെ കാണിച്ചിടാന്ന് വിചാരിച്ചു. ഇപ്പൊ മസാല ദോശയുടെ കൂടെ കിട്ടുന്ന ഒരു മഞ്ഞ കളറുള്ള സാമ്പാറല്ലേ, അതേപോലെ തന്നെ സദ്യക്കും ഈ ഒരു മഞ്ഞ കളറുള്ള സാമ്പാറായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതാണ് ഈ ഒരു സാമ്പാറിന്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട്. അപ്പൊ നല്ല മണമായിരിക്കട്ടെ ഈ സാമ്പാറിന്. അപ്പൊ മല്ലിപ്പൊടി നിങ്ങൾക്ക് ചേർക്കണം എന്നുള്ളവരാണ് നിങ്ങൾക്ക് ചേർക്കാം. പക്ഷെ നമുക്ക് സദ്യക്ക് കിട്ടുന്നതും അല്ലെങ്കിൽ മസാല ദോശയുടെ കൂടെ കിട്ടുന്ന ആ ഒരു സാമ്പാറിന്റെ ടേസ്റ്റും നമുക്ക് ഇതിന് കിട്ടൂല. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് രാത്രി ചോറിനും ഈ ഒരു സാമ്പാറാണ്, രാവിലെ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഈ ഒരു സാമ്പാറാണ്. അപ്പൊ രാവിലെ ആകുമ്പോഴത്തേനും ഈ ഒരു സാമ്പാർ ഒന്നുകൂടെ കുറുകും. കാരണം ഇപ്പൊ ടൈം ഇല്ലാത്തത് കൊണ്ടാണ് ഇത് കുറുക്കിയെടുക്കാത്തത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.